സാറിനും എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ഹാപ്പി പാർക്കിൻ്റെ മെഡിറ്റേഷൻ ക്ലബിലൂടെയാണ് ഈ EFT കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കിയതും ഇതിലേക്ക് വന്നതൊക്കെ. ഒരു 3-4 മാസം മുൻപാണ് ഞാൻ EFT ജോയിൻ ചെയ്തത്. EFT ജോയിൻ ചെയ്യുന്നതിന് മുൻപുള്ള ഞാനല്ലായിരുന്നു അന്നെന്ന് വെച്ചാൽ ഞാൻ ഒരു ഡിപ്രഷന് അഡിക്റ്റായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത്രയും ഡിപ്രഷനായ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ EFT വന്നത്. EFT ചെയ്ത് എനിക്ക് അവിടെ നിന്ന് ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും സാറ് പറയണ മാറ്റം ഞാൻ എന്നിലൂടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇന്നിപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു. ചിരിക്കാന്ന് പറഞ്ഞൊരു ഇപ്പോൾ എന്നെ സാറിന് വേണമെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ മുഖത്ത് സന്തോഷം ഭയങ്കര മാറ്റമായിരുന്നു എനിക്ക് EFT വന്നത്. അത് ഓരോ സമയത്തും സാറിൻ്റെ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു വോയിസ് അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ EFT ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് ഇന്നിപ്പോൾ പഴയ ഞാനല്ല. എനിക്ക് നന്നായിട്ട് ഇപ്പോൾ സന്തോഷിക്കാനും മനസ്സൊരുപാട് റിലാക്സായി. മെഡിസിനൊന്നും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണില്ല. മെഡിസിൻ എനിക്ക് പറ്റിയില്ല. 2 ദിവസം കഴിച്ച് കംപ്ലീറ്റ് എന്താ പറയുക, ഫുൾ ഒരു ചത്ത ശവം പോലെ. മെഡിസിൻ യൂസ് ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. തലയ്ക്കൊക്കെ ഭയങ്കര കനം, ആകെ വീട്ടിലൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇതിലോട്ട് കടന്നു വന്നത്. ഇന്നിപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ മനസ്സും ഭയങ്കര റിലാക്സായി. പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, സാറിന് അറിയാം. അതിൽ നിന്നൊക്കെ കുറേ ബെറ്ററായി. ഇപ്പം എനിക്ക് മനസ്സ് തുറന്ന് ചിരിക്കാനും എൻ്റെ സങ്കടങ്ങളിൽ നിന്നൊക്കെ എനിക്കൊന്ന് റിലീഫ് കിട്ടി. ഇനിയിപ്പോൾ ട്രഷറിൽ വന്നായിരുന്നുകൊണ്ട് ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനോട് പറയണേ ഈ 2024 മൈ ലക്ക് ഇയർ. അതൊരു ഇൻഡ്യൂഷൻ പോലെ ഞാൻ നടക്കണോടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സ് പറയണ ഈ വർഷം ഞാൻ സക്സസ് ആവും, എൻ്റെ റിലേഷൻഷിപ്പും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുന്നു. അതിന് സാറിനും ബദ്രുദ്ദീൻ സാറിനും പിന്നെ എൻ്റെ മെൻറ്റർ മാജിദ അവർക്കൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയണം. താങ്ക് യു.